ബി.ജെ.പി. ജില്ലാ അധ്യക്ഷരുടെ നിയമനത്തിൽ ഇരുപക്ഷത്തും അതൃപ്തി. കെ സുരേന്ദ്രൻ പക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാതെയാണ് പുതിയ പ്രസിഡന്റുമാരുടെ നിയമനം. കെ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ് പക്ഷം പോര് വരും ദിവസങ്ങളിലും കടുക്കുമെന്നാണ് സൂചന. മുൻ 7 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഒരാളെ പോലും സംഘടനയെ തൊഴിപ്പിച്ചിട്ടില്ല. ഒരാളെ പോലും. ഇത് ഇരിക്കുന്ന 1, 2, 3, 4, 5, 6 പേര് ജില്ലാ പ്രസിഡന്റുമാര്. ഇത് രണ്ടാഴ്ച മുമ്പ് കൊട്ടാരക്കരയിൽ കൃഷ്ണദാസ് പക്ഷം ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളെ തടഞ്ഞുവച്ച ദൃശ്യം. ഈ പ്രതിഷേധം ലക്ഷ്യം കണ്ടില്ലെന്നു മാത്രമല്ല, കെ സുരേന്ദ്രൻ പക്ഷം എതിർ വിഭാഗത്തെ കശക്കി എറിഞ്ഞു. കൊല്ലം ഈസ്റ്റിൽ കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ നോമിനിയായ രാജീവ് പ്രസാദിനെ നിയോഗിച്ചു. നിലവിലുള്ള ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാറിനെ മാറ്റി കൊല്ലം വെസ്റ്റിൽ എസ് പ്രശാന്തുമാണ് പുതിയ പ്രസിഡന്റുമാർ. അതേസമയം ബി ഗോപകുമാറിന്റെ നിഴലാണ് നിലവിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ എസ് പ്രശാന്ത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ ജില്ലയിലെത്തിയ നേതാക്കളെ തടഞ്ഞുവച്ചതടക്കം വൻ കലാപത്തിന് ശേഷം ബി.ജെ.പി. ജില്ലയിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചെങ്കിലും കെ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ് പക്ഷം പോര് വരും ദിവസങ്ങളിൽ കടുക്കുമെന്നാണ് സൂചന. ഇതുപോലെ ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കും, അഖിലേന്ത്യാ പ്രസിഡന്റ് നിശ്ചയിക്കും. അങ്ങനെയുള്ള ഏക ജനാധിപത്യ സംഘടന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ല. ഇത് ജനാധിപത്യ രീതിയിലാണ് അതിൻ്റെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സമവായമുണ്ടാക്കാൻ മണ്ഡലങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയപ്പോഴായിരുന്നു 6 മുൻ ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ബി ഗോപകുമാറിനെതിരെ പ്രതിഷേധിച്ച് നിരീക്ഷകരെ ഉപരോധിച്ചത്. തുടർന്ന് ചവറ ജി ഹരിയെ കൃഷ്ണദാസ് പക്ഷം സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും RSS നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. അതേസമയം ബി ഗോപകുമാറിനെ മാറ്റിയത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്ന് എതിർവിഭാഗം അവകാശപ്പെടുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.